ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്ക് തുടങ്ങാം. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഒരു ബ്രാലാണ്. നല്ല ബ്രാലല്ലേ കാണാനായിട്ട്, തിന്നാനും അതുപോലെ തന്നെയായിട്ട് രുചി. അതെങ്ങനെ വെക്കണമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം അതിനെ നന്നായി ക്ലീൻ ചെയ്ത് മുറിച്ച് കഷ്ണങ്ങളാക്കി. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, എന്നാലും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് മുറിച്ച് കഷ്ണങ്ങളാക്കി. അതിനുശേഷം ഞാൻ കുറച്ച് സവോള നൈസായിട്ട് അരിഞ്ഞു. അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നന്നായി തിരുമ്പി ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല എന്നിവ ഇട്ട് നന്നായി തിരുമ്പി അതിലേക്ക് കുറച്ച് സുർക്ക ഒഴിക്കുകയാണ്. സുർക്ക, വിനാഗിരി, അതുപോലെ അതേ അളവിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി നമ്മൾ ഒഴിക്കുകയാണ്. സുർക്ക കൊടുത്ത അതേ അളവ് തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായി തിരുമ്പി പിടിപ്പിക്കുകയാണ്. തിരുമ്പി പിടിപ്പിച്ചതിന് ശേഷം 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. 1 ടീസ്പൂണോ 3/4 ടീസ്പൂണോ മതി മുളക് പൊടി ഇട്ടിട്ട് നന്നായി തിരുമ്പി ഉടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സ്മെല്ലറിയാൻ പറ്റും. തിരുമ്പി ഉടച്ചതിന് ശേഷം നമ്മൾ ഒരു മാങ്ങ പൂളി വെച്ചിട്ടുണ്ടായി, മാങ്ങ കൂടി ഇട്ട് ഒന്ന് തിരുമ്പുന്നു. അതിലേക്ക് ആദ്യം തമ്പാലൊഴിച്ച് ഒന്ന് ജസ്റ്റ് നനയ്ക്കും. അതിന് ശേഷം 2ാം പാലൊഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒരുവിധം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നന്നായി തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് മീൻ മുറിച്ച് കഴുകി വെച്ചത് അതിലേക്ക് ഇടുന്നു. അതിലേക്കിട്ട് നന്നായി വേവിച്ചെടുക്കുന്നു. വേവിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന തമ്പാല് നമ്മൾ അതിലേക്ക് ഒഴിക്കുകയാണ്. അധികം തിളയ്ക്കണ്ട. അതിന് ശേഷം നമ്മൾ ചെറുള്ളി കാച്ചി ഒഴിക്കുകയാണ് കേട്ടോ. മൂപ്പിച്ചെടുക്കുക എന്ന് പറയും. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.